ഞാൻ ഇപ്പം മുതൽ ഞാൻ ഇനി കിടക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ റെക്കോർഡ് ചെയ്യാൻ പോവാണ്. ആക്ച്വലി ഞാൻ നല്ലോണം കരഞ്ഞു. കാരണം എൻ്റെ അനിയത്തിയില്ല, അമ്മയില്ല, ഡാഡി ഇല്ല, ഓഫ് കോഴ്സ്. പിന്നെ കുറച്ച് ഇമോഷണലാണ്, പിന്നെ ഞാൻ കുറച്ച് സെൻസിറ്റീവുമാണ്. അപ്പോൾ പക്ഷെ എൻ്റെ കസിൻ സിസ്റ്ററാണ് എന്നെ ഫസ്റ്റ് വിഷ് ചെയ്തത്. പിന്നെ എൻ്റെ അനിയത്തീൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനുമാണ് എന്നെ ഫസ്റ്റ് വിഷ് ചെയ്തത്. ഐ ഫെൽ സോ ഹാപ്പി. Hey guys, so welcome back to my YouTube channel and that too for my birthday vlog. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേഗം വാ. എന്തേ വാ, ഒന്നുമില്ല, ഒറ്റയ്ക്കല്ലേ. ഓ ബൈ. എന്നാ ശരി വച്ചേ. ഇവിടെ എന്ത്? ഓ ഗായ്സ്, ഗുഡ് മോർണിംഗ്. സോ ഇന്നാണ് എൻ്റെ ബർത്ത്ഡേ. ജസ്റ്റ് ലുക്ക് അറ്റ് മൈ ഐസ്. നൈറ്റ് ഷിഫ്റ്റ് എടുത്തിട്ട് എൻ്റെ കണ്ണൊന്നും ഉറങ്ങാണ്ട് ഐ ലുക്ക് ലൈക്ക് എ പ്രേതം. ബട്ട് ദാറ്റ്സ് ദ ജോബ് ദിസ് യു. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ നമ്മൾ നേരെ സ്ട്രീറ്റ് ആൻഡ് റൂമിലോട്ട് പോവുകയാണ്. അവിടെ പോയിട്ട് നമുക്ക് ഒന്ന് ഡ്രസ്സ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. തൽക്കാലം ഞാൻ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഡ്രസ്സിൽ ഇപ്പോൾ അവൾ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, വീട്ടിലെടുത്ത പാൻറ്റൊക്കെ ഇട്ടിട്ട്. എന്നിട്ട് നമുക്ക് ലെറ്റ്സ് ഗോ സംവേർ. ഇവിടെ 12:30 ആയിട്ടോ. രാവിലെ എഴുന്നേറ്റിട്ട് ചപ്പാത്തിയും മീൻകറി എല്ലാം കഴിച്ചു. അപ്പോൾ ടുഡേ ഈസ് മൈ ബർത്ത്ഡേ. എൻ്റെ 25ാമത്തെ പിറന്നാൾ. എനിക്ക് എൻ്റെ അമ്മ കേക്കെല്ലാം വാങ്ങി തന്നു. ഐ എം സോ ഹാപ്പി. പിന്നെ നമുക്ക് അവിടെ പോയിട്ട് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ലെറ്റ്സ് ഗോ. ഇടയ്ക്കിങ്ങനെയൊക്കെ വെറുതെ നല്ലൊരു ദിവസമായിട്ട് നമുക്ക് എങ്ങോട്ടേക്കൊക്കെ പോവാം. എനിക്ക് തോന്നി ഞാൻ നല്ല രാത്രി കുറച്ച് കരഞ്ഞു. ആ കരഞ്ഞതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് എൻ്റെ കണ്ണിൽ കിടക്കുന്നത്. അപ്പോൾ എനിക്കാണിങ്ങനെ ഓവർ മേക്കപ്പ് ചെയ്യുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഓവർ പൊട്ടിയിട്ടിട്ടില്ല. സോ എന്തെങ്കിലുമൊക്കെ പക്ഷേ ഇടാം. ഇതൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കാം, ഫുൾ നല്ല വൃത്തിയാക്കാൻ പറ്റും നോക്കട്ടെ. ബൈ. എന്റെ ഞാൻ മാറ്റട്ടെ സാർ. ഇനി നമ്മൾ പോകുന്നത് ഞങ്ങളുടെ ഒരു അമ്മൂമ്മൻ്റെ വീട്ടിലോട്ടൊക്കെയാണ്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. ലെറ്റ്സ് ഗോ. അത് അധികം ഒന്നും ദൂരമില്ല, ഈ മുന്നിൽ കാണുന്ന സ്ഥലം തന്നെ. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് അവിടെ കൂടെ കയറിയിട്ട് പോകാം. വീട്ടിൽ നിന്ന് ഇറങ്ങാം. ഞങ്ങളോ ഒബാച്ചാൻ്റെ വീട്. ഹലോ. ഇപ്പം നമ്മൾ അമ്മൂമ്മേൻ്റെ കൂടെ ഫുഡ് കഴിക്കാൻ പോവാണ്. എക്സൈറ്റഡ്. ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. ഇവിടെ അടുത്താണ് നമ്മൾ പോകുന്ന ഓമിസെ. ദിസ് ഈസ് മൈ ബർത്ത്ഡേ ഗിഫ്റ്റ് ഫ്രം അനിയത്തി. നമ്മളത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒട്ടും പ്ലാൻഡ് അല്ലാത്തൊരു ഫുഡ്
മേടിച്ച് തരലായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് അമ്മൂമ്മേൻ്റെ വക. സി ഹൗ ബ്ലെസ്ഡ് ഐ വാസ് ഓൺ മൈ ബർത്ത്ഡേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വാസ് സോ ഹാപ്പി. കാരണം നമ്മളറിയാത്തൊരു നാട്ടിൽ നമ്മളറിയാത്ത മനുഷ്യന്മാർ നമുക്ക് വേണ്ടി ട്രീറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഐ ഫെൽ സോ ബ്ലെസ്ഡ്. ഓക്കെ, കാരണം ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതൊക്കെ തന്നെയാണ്. കാരണം നമ്മളൊന്നും എക്സ്പെക്റ്റ് ചെയ്യാണ്ട് നമ്മുടെ ലൈഫിൽ പലതും കിട്ടുക എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു എനിക്കിത് അമ്മൂമ്മ മേടിച്ച് തന്നപ്പോൾ. ഐ റിയലി ഫെൽറ്റ് സോ ഹാപ്പി ഓൺ ദാറ്റ് ഡേ. ഞാൻ മാത്രമല്ല, നമ്മളെ ഫ്രണ്ട്സിന് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു ഒരുമിച്ച്. അങ്ങനെ നമ്മളെല്ലാവരും ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ച് അന്നത്തെ ഒരു ഡേ ഭയങ്കര അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയെന്ന് തന്നെ വേണമെങ്കിൽ പറയണം. കാരണം അത്ര ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാണ്ട് വളരെ ബ്യൂട്ടിഫുള്ളാക്കി തന്ന ഒരു ഡേ ആണ് അമ്മൂമ്മ എന്ന് പറയുന്നത്. ആൻഡ് കുറേ കഴിക്കാത്ത ഫുഡൊക്കെ ആയിട്ടോ ഞങ്ങളെ കൊണ്ട് ട്രൈ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതും എല്ലാം ഭയങ്കര ഹൈ എൻഡ് ഫുഡ് തന്നെയായിരുന്നു. ഭയങ്കര പ്രൈസി ഫുഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയില്ലേ. നമ്മളിവിടെ വന്നിട്ട് ഇതുവരെ അങ്ങനെ കഴിച്ചിട്ടില്ല. കാരണം ഈ സ്ഥലങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ്. അപ്പോൾ നമ്മളങ്ങനെ എക്സ്പെൻസീവായിട്ടുള്ള വലിയ സ്ഥലങ്ങളിൽ ഒരുപാട് കയറില്ല. നമ്മൾ ഏകദേശം ഒരു 1000 എൻ അല്ലെങ്കിൽ 2000 എന്നിലൊക്കെയാണ് നമ്മൾ മാക്സിമം ഒതുക്കാറുള്ളത്. പക്ഷേ അമ്മൂമ്മ അന്ന് ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തൊരു എമൗണ്ട് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ഇറ്റ് വാസ് വെരി ഹ്യൂജ്. ആ എമൗണ്ട് അല്ല ഞാൻ പറയുന്നത്, ബട്ട് സ്റ്റിൽ ദ എഫേർട്ട് ഷീ മെയ്ഡ് ഫോർ എസ്. ലൈക്ക് നമുക്കിതൊക്കെ മേടിച്ചു തരാൻ വേണ്ടിയിട്ട് കാണിച്ചെന്ന ആ ഒരു മനസ്സ്. ഞങ്ങൾ സഷിമിയൊക്കെ ട്രൈ ചെയ്യുന്ന ആദ്യമായിട്ടാണ് കേട്ടോ. കാരണം കുറച്ച് അത് എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ സഷിമി ആദ്യമായിട്ടാണ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. സുഷിയൊക്കെ നമ്മൾ എപ്പോഴും ട്രൈ ചെയ്യാറുള്ളതാണ്, കഴിക്കാറുള്ളതാണ്. പക്ഷേ സഷിമി വാസ് ഫോർ ദ ഫസ്റ്റ് ടൈം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സൈറ്റഡ് ആയിരുന്നു അറ്റ് ദ സെയിം ടൈം. കാരണം റോ ഫിഷ് ആയതുകൊണ്ട്. പക്ഷേ പേടിയും എനിക്കുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ റോ ഫിഷ് എല്ലാം ഒന്നും കഴിക്കത്തില്ല. എനിക്ക് കുറച്ച് ഞാൻ പിക്കി ഈറ്ററാണ് ആ ഒരു കേസിൽ വരുമ്പോഴത്തേക്കും. ബാക്കിയെല്ലാം വേവിച്ചിട്ടുള്ള എല്ലാം ഞാൻ കണ്ണും പൂട്ടി കഴിക്കും. പക്ഷേ വേവിക്കാത്ത ഐറ്റംസൊക്കെ കുറച്ച് എനിക്കൊരു പേടിയുള്ള കൊടുത്തലാണ്. അത് മാത്രമല്ല, അമ്മൂമ്മ ഞങ്ങൾക്ക് ഇങ്ങനെ സാധനങ്ങൾ മേടിച്ച് ഈ സാധനങ്ങളെല്ലാം ഓപ്പോസിറ്റ് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്ന ടേബിളിലോട്ടേക്ക് പുള്ളിക്കാരത്തി മാറ്റിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ നാട്ടിലത്തെ അതേ ആ ഒരു സ്വഭാവം തന്നെയാട്ടോ ഈ അമ്മൂമ്മയ്ക്കും. ആൻഡ് അപ്പോൾ അമ്മൂമ്മ ഇവിടെ നിന്ന് പോയ സമയം കൊണ്ട് നമ്മളെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ അതെല്ലാം ഇവിടെ എടുത്ത് വെച്ച് ക്ലീൻ ആക്കുകയായിരുന്നു ടേബിൾ. ഈ കാലത്തിൽ ഞങ്ങൾ ആക്കി എടുത്തു കേട്ടോ, വൃത്തികേടായിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മൂമ്മ ഞങ്ങൾക്ക് ഈ പുരിനും കൊണ്ട് വന്നു. ഇത് ഭയങ്കര ഫേമസ് ആണ് ജപ്പാനിൽ. ഇതൊരു സ്വീറ്റാണ്, കണ്ടില്ലേ. ഏകദേശം നല്ലൊരു എമൗണ്ട് ഒക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈ അരിഗാത്തോ. കുറച്ച് ഇങ്ങോട്ട് നോക്കുവോ. ബൈ. നമ്മൾ ഫുഡെല്ലാം കഴിച്ചു. ഇനി നമുക്ക് എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇനി എൻ്റെ 2 ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് ഫ്രം ടോക്കിയോ. അപ്പോൾ നമുക്ക് അവരെ പോയി കാണണം. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് എന്തെങ്കിലും ചെറുതായിട്ട് വാങ്ങിയിട്ട് നമുക്ക് അവരെയും പോയിട്ട് കാണാം. അപ്പോൾ അതാണ് ഇന്നത്തെ അടുത്ത പരിപാടി. എനിക്കൊന്ന് അതിനും മുന്നേ റൂമിൽ പോയിട്ടൊന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്. പക്ഷേ അതിന് മുമ്പ് എനിക്കൊന്ന് വെയിറ്റ് പോയി പൈസ കിട്ടണം. ഞാനിപ്പം ജസ്റ്റ് റൂമിലൊക്കെ പോയിട്ട് ഒന്ന് ഫ്രഷ് ഒന്നായിട്ടില്ല, ഡ്രസ്സൊന്ന് മാറ്റി. കാരണം വൈറ്റ് ആയതുകൊണ്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ഇറങ്ങി. ഒന്നുമില്ല, ദോങ്കിയിലോട്ടേക്ക് ഒന്ന് ഇറങ്ങി ചിക്കൻ വാങ്ങാനൊക്കെ ആയിട്ട് നമുക്ക് പോവാം. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനൊന്ന് മീറ്റ് ചെയ്യാണ്ട്. അപ്പോൾ അവരെയും കണ്ടിട്ട് റൂമിൽ പോയിട്ട് ശാന്തി സമാധാനം അടഞ്ഞിട്ട് ഇരിക്കാം. ഓക്കെ, നമുക്ക് റൂമിലോട്ടേക്കാണോ വേണോ? നമുക്ക് റൂമിലേക്ക് വേണോ? റൂമിലാണോ അല്ലേ? We brought this. Company പോയിട്ട് ബില്ലടക്കാം. ചിക്കൻ സോ ഗൈസ്, അങ്ങനെ ഫ്രണ്ട്സിനെ കണ്ടു ആൻഡ് അവരിപ്പോൾ റൂമിലാക്കി കൊടുത്തു. ഇനി നമ്മൾ നമ്മുടെ റൂമിലോട്ട് പോവാണ്. എനിക്ക് കുറച്ച് സാധനമൊക്കെ മേടിക്കാണ്ട്. സോ നമുക്ക് അതൊക്കെ മേടിച്ചിട്ട് വിൽ ഗോ ടു റൂം. ഇന്നെന്തോ അറിയില്ല, പ്രത്യേകിച്ച് ഒരു തണുപ്പുണ്ട്. ആൻഡ് ദിസ് ഇസ് സംതിങ് ഷീ ബോട്ട് ഫോർ മീ. ഐ എം ഗോണ ട്രൈ ഇറ്റ്. 3 ഐ ഗെസ് ഇറ്റ്സ് ഗോണ ക്ലോസ്. പക്ഷേ ഷോപ്പ് ക്ലോസ് ആവാനായി. ഇപ്പോഴാണ് നമ്മൾ ചിക്കൻ മേടിക്കാൻ പോകുന്നത്. ഇനി പോയി ചിക്കൻ മേടിച്ചിട്ട് എത്ര പെട്ടെന്ന് അറിയാം എൻ്റെ ലീവൊക്കെ കഴിഞ്ഞത്. ചിക്കൻ മേടിച്ചിട്ട് പോയിട്ട് ഫുഡ് ഉണ്ടാക്കണം. ഫുഡ് ഉണ്ടാക്കിയിട്ട് കുടിച്ചിട്ട് കിടക്കണം. സോ ദാറ്റ് ഈസ് ഹൗ ഫൈനലി മൈ ഡേ ഈസ് ഹൗ ഹിയർ. സോ ഇനി ഫുഡും കൂടെ ഉണ്ടാക്കി കഴിച്ചിട്ട് കിടക്കുന്ന കൂടെ കാണിച്ചു തരാം. ബൈ.